Okay, so നമുക്ക് ക്വസ്റ്റൻ നമ്പർ 9 ഡിസ്കസ് ചെയ്യാം. ഫസ്റ്റ് ഞാൻ ക്വസ്റ്റൻ വായിക്കാം, എന്നിട്ട് പെട്ടെന്ന് നമുക്ക് സോൾവ് ചെയ്യാം. A line AB 75 mm long has one of its ends 50 mm in front of VP and 15 mm above HP. Top view of the line is 50 mm long. Draw and measure its front view. The other end B 15 mm in front of VP and above HP. Draw the projections of the line and find true length and true inclinations with the HP and VP. Mark its traces. സോ ഇതാണ് നമുക്കിവിടെ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്. സോ ഈ ക്വസ്റ്റ്യനിൽ നമുക്കിത് ട്രൂ ലെങ്ത് തന്നിട്ടുണ്ട്. ട്രൂ ലെങ്ത് 75 mm ആണ് തന്നിട്ടുണ്ട്. സോ ഇത് നമുക്ക് ട്രൂ ലെങ്തിൻ്റെ ആവശ്യമില്ല. സോ അങ്ങനെ നമുക്ക് കൺഫ്യൂസ് ചെയ്യാൻ ചോദിച്ചാലും ഇതാണ് ആൻസർ, ട്രൂ ലെങ്ത്. പിന്നെ നമ്മൾ ചോദിച്ചിട്ടുള്ള ട്രൂ ഇൻക്ലിനേഷൻസ് അതൊന്നും തന്നിട്ടില്ല. സോ തീറ്റയും ഫൈ നമ്മൾ കണ്ടുപിടിക്കണം. സോ ദിസ് ഇസ് ദ ആൻസർ ഫോർ തീറ്റ ആൻഡ് ഫൈ. അത് നമുക്ക് അവസാനം കിട്ടും, സോൾവ് ചെയ്ത് കിട്ടും. പിന്നെ അടുത്ത് നമുക്കുള്ളത് ഫ്രണ്ട് വ്യൂ ലെങ്ത് നിങ്ങളൊന്ന് മെഷർ ചെയ്യണം, വരച്ചിട്ട് മെഷർ ചെയ്ത് വയ്ക്കുക. ആൽഫ ബീറ്റ അപ്പാരന്റ് ഇൻക്ലിനേഷൻസ് വിത്ത് ടോപ്പ് വ്യൂവിൻ്റെയും ഫ്രണ്ട് വ്യൂവിൻ്റെയും ഇൻക്ലിനേഷൻസ് വിത്ത് HP ആൻഡ് VP അത് നിങ്ങളൊന്ന് മെഷർ ചെയ്ത് വയ്ക്കുക. അപ്പോൾ നമുക്ക് ഇത്രയാണ് ഇതിൽ ചെയ്യാനുള്ളത് ഈ ഒരു ക്വസ്റ്റ്യനിൽ. ഞാനതിൻ്റെ പ്രൊസീജിയർ ജസ്റ്റ് ഒന്ന് പെട്ടെന്ന് പറഞ്ഞുതരാം. നമുക്കിവിടെ ട്രൂ ലെങ്ത് തന്നിട്ടുണ്ട്, അതേപോലെ തന്നെ ഒരു എൻഡ് A തന്നിട്ടുണ്ട്. A is 15 mm above HP and 50 mm in front of VP. അപ്പോൾ എയുടെ പോയിന്റ്സ് ഫ്രണ്ട് വ്യൂവും ടോപ്പ് വ്യൂവും നമുക്ക് കിട്ടും. പിന്നെ ബാക്കി പറഞ്ഞിട്ടുള്ളതാണ് ഈ ക്വസ്റ്റ്യനിൽ ബി എന്നുള്ള പോയിന്റിനെ പറ്റി പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ബി ഇസ് ആക്ച്വലി എബോവ് HP എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ബിയുടെ ഫ്രണ്ട് വ്യൂ വിൽ ബി എബോവ് HP, പക്ഷേ എവിടെയാണെന്ന് എക്സാക്റ്റ് ആയിട്ട് പറഞ്ഞിട്ടില്ല. ആൻഡ് ഓൾസോ 15 mm ഇൻ ഫ്രണ്ട് ഓഫ് VP. അപ്പോൾ ഇൻ ഫ്രണ്ട് ഓഫ് VP എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും എവിടെ ആയിരിക്കും, XY താഴെ ആയിരിക്കും അതിൻ്റെ ടോപ്പ് വ്യൂ. പക്ഷേ അതും എവിടെയാണ് എന്ന് എക്സാക്റ്റ് ആയിട്ട് അത് 15 mm ആണ്. ഓക്കെ, 15 mm ഇൻ ഫ്രണ്ട് ഓഫ് VP. സോ അത് ആ പോയിന്റ് നമുക്ക് എക്സാക്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട്. സോ നമുക്ക് ഈ ഡേറ്റയൊക്കെ വെച്ചിട്ട് വി ക്യാൻ സ്റ്റാർട്ട് ടു സോൾവ് ദ പ്രോബ്ലം. ഞാനതൊന്ന് പെട്ടെന്നൊന്ന് പറയാം. ഓക്കെ, നമ്മൾ ഡയറക്റ്റ് ക്ലാസ് സോൾവ് ചെയ്ത പ്രോബ്ലം അല്ല, എക്സ്ട്രാ പ്രോബ്ലം ആണ്. ജസ്റ്റ് അതുകൊണ്ട് ഒന്ന് കെയർ എടുത്തേക്കത്. ഓക്കെ, സോ നമ്മൾ ഫസ്റ്റ് എന്ത് ചെയ്യാൻ പോകുന്നത് വെച്ചാൽ വി ആർ ഗോയിങ് ടു മാർക്ക് ദ പോയിന്റ്സ് A ആൻഡ് എയും A' മാർക്ക് ചെയ്യുന്നു. സോ A എന്ന് പറയുന്നത് ഞാനിവിടെ മെഷർ ചെയ്തിട്ട് ഇവിടെ ആയിരിക്കും 15 mm എബോവ് HP അല്ലേ. അപ്പോൾ ഞാനിവിടെ A' എന്നുള്ള പോയിന്റിനെ മാർക്ക് ചെയ്യും. അറ്റ് ദ സെയിം ടൈം അതിൻ്റെ ഇത് എത്രയാണ്, ഇൻ ഫ്രണ്ട് ഓഫ് VP എന്ന് പറയുമ്പോൾ 50 mm. സോ XY ലൈനിൽ നിന്നും താഴോട്ട് 50 mm മെഷർ ചെയ്ത് ഐ വിൽ മാർക്ക് ദ പോയിന്റ് A ഞാൻ 50 mm മെഷർ ചെയ്ത് മാർക്ക് ചെയ്യും. സോ ഇത് രണ്ടും എങ്ങനെയായിരിക്കും, ഇറ്റ് ഷുഡ് ബി കണക്റ്റഡ് ഓൺ സെയിം പ്രൊജക്ഷൻ ലൈൻ. സോ അതിനെ നമുക്ക് രണ്ടും ജോയിൻ ചെയ്യാം, A' ആൻഡ് A. ഓക്കെ, സോ നിങ്ങൾ എക്സാക്റ്റ് ആയിട്ട് സ്കെയിൽ എടുത്ത് മെഷർ ചെയ്ത് ചെയ്തോളൂ. ഓക്കെ, നിങ്ങൾ സ്കെയിൽ എടുത്ത് മെഷർ ചെയ്തോളാം. നെക്സ്റ്റ് നമുക്ക് ഇവിടെ നിന്ന് ലോക്കസ് വരയ്ക്കാം. ലോക്കസ് ത്രൂ A, പോയിന്റ് A' വഴി ഒരു ലോക്കസ് അല്ലെങ്കിൽ സ്കെയിൽ വെച്ചിട്ട് വരയ്ക്കാം. അതുപോലെ നമുക്ക് പോയിന്റ് ബിയും കൂടെ ഒന്ന് മാർക്ക് ചെയ്യാം. B എബോവ് HP ആണ്. സോ B' ഇവിടെ XY ലൈനിന്റെ മുകളിൽ എവിടെയെങ്കിലും ആയിരിക്കും. അറ്റ് ദ സെയിം ടൈം B എന്ന് പറയുന്ന ലോക്കസ് ഓഫ് B അതെവിടെ ആയിരിക്കും, 15 mm ഫ്രം XY ലൈൻ. സോ ഇവിടെ നിന്ന് നിങ്ങൾ മെഷർ ചെയ്യുമ്പോൾ ഒരു 15 mm ആയിരിക്കും. സോ 15 mm ഇവിടെ നിന്ന് മെഷർ ചെയ്യുമ്പോൾ വിൽ ഗെറ്റ് ദ ലോക്കസ് ഓഫ് B. സോ ഇവിടെ നിന്നും ഈ പോയിന്റിൽ നിന്നും 15 mm. അതേപോലെ ഇവിടെയും ആ ഡയമെൻഷനൊക്കെ ഒന്ന് മാർക്ക് ചെയ്തേക്കുക. ഇത് 15 ഇത് 15. ഓക്കെ, സോ അത് മാർക്ക് ചെയ്തേക്കുക. ഇനി നമുക്ക് ഇതുവഴി ലോക്കസ് വരയ്ക്കാം. ലോക്കസ് ഓഫ് ബിയും ലോക്കസ് ഓഫ് A' ആൻഡ് A എല്ലാം നമുക്ക് ഇതുവഴി വരയ്ക്കാം. സോ ഇതുവഴി വി ക്യാൻ ഡ്രോ ലോക്കസ് ഓഫ് ലോക്കസ് ഓഫ് ബി. ഇവിടെ ഇതുവഴി വരച്ചാൽ ലോക്കസ് ഓഫ് A', ഇതുവഴി ലോക്കസ് ഓഫ് A. സോ ദിസ് ഇസ് ലോക്കസ് ഓഫ് നമുക്ക് കിട്ടുന്ന ലോക്കസ് ഓഫ് വാട്ട് A'. പുറക്കിടമാണെങ്കിൽ നീട്ടി വരയ്ക്കാം. ലോക്കസ് ഓഫ് A എന്ന് എഴുതി വെച്ചോളൂ. ജസ്റ്റ് locus of A
then this is locus of B. ഇത്രയും കിട്ടി. നമുക്ക് ഇപ്പം എന്താണെന്ന് വെച്ചാൽ നമുക്കിപ്പോൾ എന്തൊക്കെ ഡേറ്റ ഇവിടെ തന്നിട്ടുണ്ട്, നമുക്ക് തന്നിട്ടുള്ള ഡേറ്റ വെച്ച് ഇപ്പോൾ എന്തെങ്കിലും ഇവിടെ ചെയ്യാൻ പറ്റുമോ എന്നാണ് നമ്മളിപ്പോൾ നോക്കുന്നത്. ഇവിടെ എന്താണ് തന്നിട്ടുള്ളത്? ട്രൂ ലെങ്ത് തന്നിട്ടുണ്ട്. അടുത്ത് ടോപ്പ് വ്യൂ ലെങ്ത് തന്നിട്ടുണ്ട്, അതായത് AB ലെങ്ത് തന്നിട്ടുണ്ട്. സോ നമ്മളിപ്പോൾ എന്ത് ചെയ്യും? നിങ്ങളുടെ കോമ്പസ് എടുക്കും, 50 mm മെഷർ ചെയ്യും, വിത്ത് A as സെൻറ്റർ, വിൽ കട്ട് ആൻ ആർക്ക് ഓൺ ലോക്കസ് ഓഫ് B. അപ്പോൾ എവിടെ ആയിരിക്കും? AB തന്നിട്ടുണ്ട്, അപ്പോൾ ലോക്കസ് ഓഫ് ബിയും നമുക്ക് അറിയാം, ബിയുടെ ഫ്രണ്ട് ടോപ്പ് വ്യൂ എവിടെയാണെന്ന് നമുക്കറിയാം. സോ ലോക്കസ് ഓഫ് ബി ഇവിടെയാണ്, അപ്പോൾ ഇവിടെ ആയിരിക്കും നമുക്ക് ടോപ്പ് വ്യൂ കിട്ടുന്നത്. ടോപ്പ് വ്യൂയുടെ ലെങ്തും തന്നിട്ടുണ്ട്. സോ ദിസ് ഇസ് ആക്ച്വലി ഈക്വൽ ടു നമ്മുടെ പോയിന്റ് ബി. സോ ബി കിട്ടിക്കഴിഞ്ഞു. സോ ബി കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം? വി ക്യാൻ ജോയിൻ എ ആൻഡ് ബി. നമുക്ക് എയും ബിയും ജോയിൻ ചെയ്യാം. എയും ബിയും നമുക്ക് ജോയിൻ ചെയ്യാൻ പറ്റും. സോ ജസ്റ്റ് ജോയിൻ എ ആൻഡ് ബി. അടുത്ത് നമ്മൾ എന്താണ് ചെയ്യുന്നത്? സാധാരണഗതിയിൽ നമ്മൾ ചെയ്യും, നമ്മളിവിടെ ആയിരിക്കും ലോക്കസ് ഓഫ് എയിലായിരിക്കും എന്ത് മാർക്ക് ചെയ്യുന്നത്? AB1 എന്നുള്ള ലെങ്ത് മാർക്ക് ചെയ്യും, എന്നിട്ട് അതിനെ റൊട്ടേറ്റ് ചെയ്ത് കൊണ്ടുപോകും. നമുക്ക് ഇവിടെ ഒന്ന് റിവേഴ്സിൽ ചെയ്യാം. നമ്മൾ AB മാർക്ക് ചെയ്ത് അതിനെ റൊട്ടേറ്റ് ചെയ്ത് നമുക്ക് ഇങ്ങ് താഴോട്ട് കൊണ്ടുവരാം. സോ അങ്ങനെ താഴോട്ട് കൊണ്ടുവന്നിട്ട് ഇവിടെ ജസ്റ്റ് ഏത് ഡയറക്ഷനിലും റൊട്ടേറ്റ് ചെയ്യാമെന്നൊന്ന് കാണിക്കാൻ വേണ്ടി ഇവിടെ നമുക്ക് എന്ത് കിട്ടും? B1. സോ നമുക്ക് ഇവിടെ ഡയമെൻഷൻ ചെയ്യാം. ദാറ്റ് ഈസ് ഈ ലെങ്ത് തന്നെയാണ് എന്ത്? നമ്മുടെ ടോപ്പ് വ്യൂ. ഇത് തന്നെയല്ലേ നമ്മുടെ 50 mm, ഇതല്ലേ നമ്മൾ റൊട്ടേറ്റ് ചെയ്ത് സാറിന് അങ്ങ് കൊണ്ട് വയ്ക്കുന്നത്. സോ AB1 ഈക്വൽ ടു AB ഈസ് ഈക്വൽ ടു ടോപ്പ് വ്യൂ 50 mm. സോ ഇവിടെ തന്നെ ആയിരിക്കും, ഇവിടെ ഉള്ളത് തന്നെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? സാറിനകത്തിൽ അങ്ങോട്ട് റൊട്ടേറ്റ് ചെയ്യും. നമ്മളിപ്പോൾ എന്ത് ചെയ്യുന്നത്? ജസ്റ്റ് ഇവിടെ നിന്ന് ഇങ്ങോട്ട് റൊട്ടേറ്റ് ചെയ്യുന്നത്. എങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്ക് ചെയ്യാം, റിവേഴ്സിലും ചെയ്യാം, കുഴപ്പമില്ല. കാരണം നമുക്ക് ലോക്കസ് ഓഫ് എ നേരത്തെ അറിയാം, അതുകൊണ്ട് പ്രശ്നമില്ല. സോ ദിസ് ഇസ് അവർ ടോപ്പ്. ഇതാണ് നമ്മുടെ ടോപ്പ് വ്യൂ. ഇത് തന്നെയാണ് നമ്മളിവിടെ റൊട്ടേറ്റ് ചെയ്ത് വെച്ചത്. ലോക്കസ് ഓഫ് ബി അറിയും, സോ ഈസി ആയിട്ട് നമ്മൾ വെച്ചു. ഇനി എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് ടോപ്പ് വ്യൂവിൻ്റെ കാര്യങ്ങളൊക്കെ ആയി. ട്രൂ ലെങ്ത് നമുക്ക് തന്നിട്ടുണ്ട്. സോ ട്രൂ ലെങ്ത് എന്ത് ചെയ്യാം? ഇനി 75 mm ആണ് ട്രൂ ലെങ്ത്. കോമ്പസിൽ മെഷർ ചെയ്യാം. കോമ്പസിൽ മെഷർ ചെയ്ത് 75 mm മെഷർ ചെയ്ത് വിത്ത് A as സെൻറ്റർ. നമുക്ക് ലോക്കസ് ഓഫ് ബി അറിയാം. എന്ത് ചെയ്യുന്നു? ജസ്റ്റ് ഇവിടെ മാർക്ക് ചെയ്യുന്നു. സോ അവിടെ മാർക്ക് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന പോയിന്റിന് നമ്മൾ എന്ത് പേര് കൊടുക്കും? വിൽ ഗിവ് ദ നെയിം B2. അപ്പോൾ ഇതല്ലേ നമ്മുടെ ട്രൂ ലെങ്ത്. സോ ദിസ് ഇസ് അവർ ട്രൂ ലെങ്ത്. അപ്പോൾ നമുക്ക് എയും B2ഉം അങ്ങ് ജോയിൻ ചെയ്തേക്കാം. സോ എയും B2 നമുക്ക് ജോയിൻ ചെയ്യാം. ജോയിൻ A and B2. ഇവിടെ നമുക്ക് നമ്മുടെ ട്രൂ ലെങ്ത് കിട്ടും. ഓക്കെ, ഇനി എന്ത് ചെയ്യും? നമുക്കിനി ഫ്രണ്ട് വ്യൂ ആണ് നോക്കാൻ പോകുന്നത്. ഇവിടുത്തെ ട്രൂ ലെങ്ത് നമുക്ക് 75 mm ആണ്. ഇനി ഫ്രണ്ട് വ്യൂവിലുള്ള കാര്യങ്ങളൊക്കെ നോക്കണം. നമുക്കിപ്പോൾ എന്തൊക്കെ ചെയ്യാൻ പറ്റും? ഫസ്റ്റ് നമുക്ക് B1 ഉണ്ട്, B2 ഉണ്ട്. അപ്പം മുകളിലോട്ട് പ്രൊജക്റ്റ് ചെയ്യാം. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ചെയ്യുന്ന കാര്യം നമുക്ക് B1 മുകളിലോട്ട് പ്രൊജക്റ്റ് ചെയ്യാം. സോ B1 ലോക്കസ് ഓഫ് എയിലാണ്ടിരിക്കുന്നത്. അപ്പോൾ B1 നമുക്ക് മുകളിലോട്ട് പ്രൊജക്റ്റ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? നമുക്ക് B1 മുകളിലോട്ട് പ്രൊജക്റ്റ് ചെയ്യണം. ഞാൻ B1 മുകളിലോട്ട് പ്രൊജക്റ്റ് ചെയ്തു. സോ ആ B1 എന്നുള്ള ഈ പ്രൊജക്ഷൻ ലൈനിൽ എവിടെയെങ്കിലും ആയിരിക്കും നമുക്ക് AB1 കിട്ടുന്നത്. അപ്പോൾ AB1 എങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റും? ദാറ്റ് ഇസ് B1 ഡാഷ് ഇവിടെ എവിടെയെങ്കിലും ആയിരിക്കും കിട്ടുന്നത്. B1 ഡാഷ് എങ്ങനെ കണ്ടുപിടിക്കാം? ജസ്റ്റ് ഈ ട്രൂ ലെങ്ത് നോക്കിയാൽ പോരെ. 75 mm കോമ്പസിൽ മെഷർ ചെയ്ത് വെച്ചിട്ടുണ്ടല്ലോ, വിത്ത് A ഡാഷ് സെൻറ്റർ. ഈ ഒരു ലൈനിൽ നമ്മളൊരു ആർക്ക് കട്ട് ചെയ്താൽ ദാറ്റ് വിൽ ബി B1 ഡാഷ്, അതായത് B1ൻ്റെ ഫ്രണ്ട് വ്യൂ. സോ ഇതല്ലേ നമ്മുടെ ട്രൂ ലെങ്ത്. ഫ്രണ്ട് വ്യൂയിലോട്ട് വരയ്ക്കുമ്പോൾ നമ്മുടെ ട്രൂ ലെങ്ത് ഇതല്ലേ. സോ ഈസി ആയിട്ട് വി ക്യാൻ ജോയിൻ A ഡാഷ് ആൻഡ് B1 ഡാഷ്. ജോയിൻ A ഡാഷ് ആൻഡ് B1 ഡാഷ്. അപ്പോൾ ഇതാണ് നമ്മുടെ ട്രൂ ലെങ്ത്. അപ്പോൾ ഇവിടെ നമുക്ക് ട്രൂ ലെങ്ത് കിട്ടിയപ്പോൾ നമുക്ക് വേറൊരു കാര്യം കൂടെ കിട്ടി. ലോക്കസ് ഓഫ് ഇതുവഴി നമ്മൾ ലൈൻ വരച്ചാൽ ദാറ്റ് വിൽ ബി ലോക്കസ് ഓഫ് B ഡാഷ്. B1 ഡാഷ് വഴി വരയ്ക്കുന്ന ലൈൻ വിൽ ബി ലോക്കസ് ഓഫ് B ഡാഷ്. അതൊന്നും നമുക്ക് ചെയ്യാം. B1 ഡാഷ് വഴി നമ്മളിതാ ഒരു ലൈൻ വരയ്ക്കുന്നു, പ്രൊജക്ഷൻ ലൈൻ വരയ്ക്കുന്നു, ഒരു ലൈൻ വരയ്ക്കുന്നു, ഒരു ലോക്കസ് വരയ്ക്കുന്നു. സോ ദാറ്റ് ഇസ് ആക്ച്വലി ലോക്കസ് ഓഫ്, ദിസ് ഇസ് ലോക്കസ് ഓഫ്
ബി ഡാഷ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? രണ്ട് കാര്യമുണ്ട്. ബിയിൽ നിന്നും ഒരു സ്ട്രെയിറ്റ് ലൈൻ വരച്ചാൽ അത് ഈ ലോക്കസിൽ മീറ്റ് ചെയ്യുന്ന പോയിന്റ് തന്നെയാണ് ബി ഡാഷ്. നമുക്ക് അങ്ങനെയും ചെയ്യാം, അങ്ങനെ മാത്രം ചെയ്താലും ഓക്കെയാണ്, കറക്റ്റായിട്ട് നിങ്ങൾക്ക് ആൻസർ കിട്ടും. ബിയിൽ നിന്നും നമുക്ക് ഒരു സ്ട്രെയിറ്റ് ലൈൻ വരയ്ക്കുകയാണെങ്കിൽ, ബിയിൽ നിന്നും ഒരു പ്രൊജക്ഷൻ ലൈൻ, ഈ ഒരു പ്രൊജക്ഷൻ ലൈൻ നമ്മൾ വരയ്ക്കുകയാണെങ്കിൽ അത് ലോക്കസ് ഓഫ് ബി ഡാഷിൽ മീറ്റ് ചെയ്യുന്ന പോയിന്റ് ആണ് നമ്മുടെ ബി ഡാഷ്. സോ ദിസ് ഇസ് അവർ ഫ്രണ്ട് വ്യൂ. അതല്ലാതെ ഫ്രണ്ട് വ്യൂ വേറെ എങ്ങനെയും കിട്ടും? B2 ഇവിടെയാണ് ഇരിക്കുന്നത്, ലോക്കസ് ഓഫ് ബിയിൽ ഇരിക്കുന്നു. സോ അത് നമ്മൾ ലോക്കസ് ഓഫ് എയിലോട്ട് പ്രൊജക്ട് ചെയ്താൽ എന്ത് കിട്ടും? നമുക്ക് ഇങ്ങോട്ട് പ്രൊജക്ട് ചെയ്താൽ വിൽ ഗെറ്റ് B2 ഡാഷ്. സോ ഫ്രണ്ട് വ്യൂവിന് നമ്മൾ ഏതൊക്കെയാണ് ഫ്രണ്ട് വ്യൂ? എ ബി. സോ ദാറ്റ് ഇസ് എ ഡാഷ് ബി ഡാഷ് ഇസ് ഈക്വൽ ടു എ ഡാഷ് B2 ഡാഷ്. അതും ഫ്രണ്ട് വ്യൂ ആണ്. അപ്പോൾ ഇതും ഫ്രണ്ട് വ്യൂ തന്നെയാണ്. ഇവിടെ എ ഡാഷ് ബി ഡാഷ് ജോയിൻ ചെയ്താലും ഫ്രണ്ട് വ്യൂ തന്നെയാണ്. സോ നമ്മൾ സാധാരണഗതിയിൽ എന്ത് ചെയ്യും? ഈ എ ഡാഷ് ബി ഡാഷിനെ റൊട്ടേറ്റ് ചെയ്ത് മുകളിലോട്ട് കൊണ്ടുപോകും. സോ അങ്ങനെ റൊട്ടേറ്റ് ചെയ്ത് കൊണ്ടുപോകുമ്പോൾ നമുക്കത് എവിടെ സ്വാഭാവികമായിട്ട് എങ്ങനെ ആയിരിക്കണം അതിൻ്റെ പൊസിഷൻ? ബിയും ബി ഡാഷും ഷുഡ് ബി ഓൺ എ സെയിം പ്രൊജക്ഷൻ ലൈൻ. ഓക്കെ, സോ ആയിരിക്കുന്ന കണ്ടീഷൻ വി കൻ ജോയിൻ എ ഡാഷ് ആൻഡ് ബി ഡാഷ്. നമുക്കിപ്പോൾ എ ഡാഷും ബി ഡാഷും ജോയിൻ ചെയ്യാം. സെയിം പ്രൊസീജിയർ നമ്മൾ കോമൺ ആയിട്ട് ചെയ്യുന്ന പ്രോബ്ലം തന്നെയാണ്, പക്ഷേ ചെറിയ ചെറിയ വ്യത്യാസങ്ങൾ, ചെറിയ ചെറിയ കാര്യങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ലൈനിൻ്റെ എൻ പോയിന്റിലൊക്കെ ഉള്ള വ്യത്യാസം, അതാണ് ഈ ഒരു പ്രോബ്ലത്തിൻ്റെ സ്പെഷ്യാലിറ്റി. വേറെ പ്രൊസീജിയർ ബേസ് ചെയ്ത് നോക്കുമ്പോൾ എല്ലാം സെയിം തന്നെയാണ്. നിങ്ങൾക്ക് നോമൻക്ലേച്ചർ ഓർത്ത് വെച്ചിരുന്നാൽ മതി ആ ബേസിക് പ്രോബ്ലത്തിൻ്റെ. അപ്പോൾ നമുക്ക് തീറ്റയും ഇത് എന്താണ്? ഇത് ട്രൂ ലെങ്ത് ആണ്. സോ ഇത് നമ്മുടെ ഫ്രണ്ട് വ്യൂ. ഇതാ ഇവിടെ നിന്ന് റൊട്ടേറ്റ് ചെയ്ത് കൊണ്ടുവച്ചു ഫ്രണ്ട് വ്യൂ. സോ ദിസ് ആംഗിൾ വിൽ ബി തീറ്റ ആൻഡ് ദിസ് ആംഗിൾ വിൽ ബി ഫൈ. ഇതായിരിക്കും അല്ലെ ട്രൂ ലെങ്ത്. ടോപ്പ് വ്യൂ ആയിട്ട് മേക്ക് ചെയ്യുന്ന ആംഗിൾ, അതായത് VP ആയിട്ട് മേക്ക് ചെയ്യുന്ന ആംഗിൾ ഫൈയും, അത് 28 ഡിഗ്രിന്ന് കിട്ടും നമുക്ക് ആൻസർ. അതേപോലെ ട്രൂ ലെങ്ത് HP ആയിട്ട്, അതർവൈസ് ഫ്രണ്ട് വ്യൂ ആയിട്ട് മേക്ക് ചെയ്യുന്ന ആംഗിൾ ഇറ്റ് ഈസ് 48 ഡിഗ്രി. അത് നമുക്ക് കിട്ടും. ചെക്ക് ചെയ്ത് നോക്കുക. നമുക്ക് ഇനി ആൽഫ വേണമെങ്കിൽ ഇതാണ് ആൽഫ. നിങ്ങൾ മാർക്ക് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല, ജസ്റ്റ് എഴുതി വെച്ചാൽ ഓക്കെയാണ്, കൊള്ളായിരുന്നു. അതേപോലെ ബീറ്റ, ഇതാണ് നിങ്ങളുടെ ബീറ്റ. ഇതും എഴുതി വെച്ചാൽ കൊള്ളാം, ഇവിടെ മാർക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. പിന്നെ നമുക്ക് ട്രൂ ലെങ്ത് എന്ത് ചെയ്യണം? ഡയമെൻഷൻ ചെയ്യണം. പെർപെൻഡിക്കുലർ ലൈൻസ് വരച്ച് നമുക്ക് ട്രൂ ലെങ്തിന് ഡയമെൻഷൻ ചെയ്യണം തീർച്ചയായിട്ടും, ഏതെങ്കിലും ഒരു സ്ഥലത്ത്. അതേപോലെ എന്തൊക്കെ ഡയമെൻഷൻസ് നമ്മൾ ചെയ്യാൻ ബാക്കിയുണ്ട് അതൊക്കെ തീർച്ചയായിട്ടും ചെയ്യണം. ട്രൂ ലെങ്തിന് ഡയമെൻഷൻ ചെയ്യണം. സ്കെയിൽ എത്രയാണെന്ന് എഴുതണം. അതൊക്കെ നിങ്ങൾ എഴുതിക്കോളൂ, അതൊക്കെ നമുക്ക് അറിയാവുന്ന കാര്യം തന്നെയാണ്. ജസ്റ്റ് ഓർമ്മിപ്പിച്ചു എന്നേ ഉള്ളൂ. നമുക്കിവിടെ എത്രയാണ് ഡയമെൻഷൻ? 75 mm. ഏതെങ്കിലും ഒന്നുകിൽ ഇവിടെ അല്ലെങ്കിൽ ഇവിടെ എവിടെയെങ്കിലും ഒരിടത്ത് ട്രൂ ലെങ്തിന് ഡയമെൻഷൻ ചെയ്യണം. ഓക്കെ, പിന്നെ ഇനി എന്താണുള്ളത്? ട്രേസസ് മാർക്ക് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, സോ ട്രേസ് മാർക്ക് ചെയ്യാൻ നമുക്ക് തുടങ്ങാം. ഫസ്റ്റ് നമ്മൾ ട്രേസിനെ ഫ്രീ ഹാൻഡിൽ തന്നെ ഇപ്പോൾ ചെയ്യാം നമുക്കായിട്ട്. ഫസ്റ്റ് എ ഡാഷ് ബി ഡാഷ് നമ്മൾ എക്സ്റ്റെൻഡ് ചെയ്യുന്നു. എ ഡാഷ് ബി ഡാഷിനെ എക്സ്റ്റെൻഡ് ചെയ്യുന്നു. എങ്ങോട്ട് എക്സ്റ്റെൻഡ് ചെയ്യുന്നു? ടുവേർഡ്സ് XY ലൈൻ. ഇവിടെ എക്സ്റ്റെൻഡ് ചെയ്യുമ്പം ഇവിടെ മീറ്റ് ചെയ്യുന്ന പോയിന്റ് ആയിരിക്കും നമ്മുടെ H ഡാഷ്. അതേപോലെ നമ്മുടെ വേറെ പോയിന്റ് എവിടെയാണ്? ഈ H ഡാഷിൽ നിന്നും നമ്മൾ എന്ത് ചെയ്യണം? ഒരു സ്ട്രെയിറ്റ് ലൈൻ വരയ്ക്കുകയാണെങ്കിൽ അത് എവിടെ പോയി മീറ്റ് ചെയ്യണം? H ഡാഷിൽ നിന്ന് ഒരു സ്ട്രെയിറ്റ് ലൈൻ വരയ്ക്കുകയാണെങ്കിൽ നമ്മൾ ഈ H ഡാഷിൽ നിന്ന് ഒരു സ്ട്രെയിറ്റ് ലൈൻ താഴോട്ട് ഇങ്ങനെ വരയ്ക്കുകയാണെങ്കിൽ അത് ഏതിൽ പോയി മീറ്റ് ചെയ്യണം? ABയിൽ ചെന്ന് മീറ്റ് ചെയ്യണം. സോ നമുക്ക് AB എക്സ്റ്റെൻഡ് ചെയ്ത് കൊടുക്കാം. ദാറ്റ് ഈസ് ഫ്രണ്ട് വ്യൂ, ടോപ്പ് വ്യൂ എക്സ്റ്റെൻഡ് ചെയ്ത് കൊടുക്കാം. സോ ഇവിടെ നമുക്ക് കിട്ടുന്നതാണ് ഹൊറിസോണ്ടൽ ട്രേസ്. അതേപോലെ ഈ AB എന്നുള്ള ടോപ്പ് വ്യൂ എവിടെ ആയിരിക്കും? XY ലൈനിൽ മീറ്റ് ചെയ്യുന്ന പോയിന്റ് ആയിരിക്കും നമ്മുടെ V. ഇവിടെ AB XY ലൈനിൽ മീറ്റ് ചെയ്യുന്നുണ്ടോ? താഴോട്ട് പോയാൽ മീറ്റ് ചെയ്യില്ല. സോ നമുക്ക് എന്ത് ചെയ്യാം? ഈ ഡയറക്ഷനിലോട്ട് പ്രൊജക്ട് ചെയ്യാം. ഈ ഡയറക്ഷനിലോട്ട് പ്രൊജക്ട് ചെയ്യുമ്പോൾ ദാറ്റ് വിൽ മീറ്റ് അറ്റ് ഈ XY ലൈൻ. അപ്പോൾ നമ്മൾ അതിന് V എന്ന് കൊടുക്കും. അപ്പോൾ ഇനി ഇതെവിടെ മീറ്റ് ചെയ്യണം? ഈ വിയിൽ നിന്നും ഒരു സ്ട്രെയിറ്റ് ലൈൻ വരച്ചാൽ അതെവിടെ മീറ്റ് ചെയ്യണം? A ഡാഷ് B ഡാഷിൽ മീറ്റ് ചെയ്യണം. സോ അതെന്ത് ചെയ്യാൻ പറ്റും നമുക്ക്? അതെന്തെങ്കിലും ചെയ്യണമെങ്കിൽ നമുക്ക് ഈ A ഡാഷ് B ഡാഷിന് അങ്ങോട്ട് എക്സ്റ്റെൻഡ് ചെയ്താൽ മാത്രമേ നടക്കുകയുള്ളൂ. സോ നമ്മൾ അങ്ങോട്ട് എക്സ്റ്റെൻഡ് ചെയ്തു. എന്നിട്ട് ഈ വിയിൽ നിന്നും ഞാൻ എന്ത് ചെയ്തു? ഒരു സ്ട്രെയിറ്റ് ലൈൻ വരച്ചു. വിയിൽ നിന്നും ഒരു സ്ട്രെയിറ്റ് ലൈൻ ഞാൻ വരച്ചു. ഈ വി എന്നുള്ള പോയിന്റിൽ നിന്നും ഒരു സ്ട്രെയിറ്റ് ലൈൻ വരച്ചു. അത് പോയി എവിടെ മീറ്റ് ചെയ്യണം? അത് പോയി ഈ പോയിന്റ്.
എ ഡാഷ് ബി ഡാഷിൽ നിന്ന് വരുന്ന ലൈനിൽ മീറ്റ് ചെയ്യണം. സോ അപ്പോൾ ഇവിടെ നമുക്ക് കിട്ടുന്നതായിരിക്കും വെർട്ടിക്കൽ ട്രേസ്. നമ്മൾ ഓർത്ത് വെച്ചേക്കേണ്ട കാര്യം എ ഡാഷ് ബി ഡാഷ് എച്ച് ഡാഷ് വെർട്ടിക്കൽ ട്രേസ് ഇതെല്ലാം ഒരു ലൈനിലായിരിക്കും. അതേപോലെ എ ബി വി ആൻഡ് ഹൊറിസോണ്ടൽ ട്രേസ്, എ ബി വി ആൻഡ് ഹൊറിസോണ്ടൽ ട്രേസ് ഇതെല്ലാം സെയിം ലൈനിലായിരിക്കും. ഇത് നമ്മൾ ഓർത്ത് വെച്ചേക്കുക. ഓക്കെ, ഈ കാര്യം ഓർത്ത് വെച്ചേക്കുക. സോ ഇത്രയേ ഉള്ളൂ ഈ ക്വസ്റ്റ്യൻ. നിങ്ങൾക്ക് ഇതൊന്ന് മെഷർ ചെയ്ത് കണ്ടുപിടിച്ചേക്കുക. എൻ്റെ കയ്യിൽ ആൻസർ ഇല്ല, നിങ്ങളൊന്ന് മെഷർ ചെയ്ത് എ ഡാഷ് ബി ഡാഷും ആൽഫയും ബീറ്റയൊക്കെ ഒന്ന് കണ്ടുപിടിച്ച് എഴുതി വെച്ചാൽ കൊള്ളായിരുന്നു. ഓക്കെ, താങ്ക് യു. സോ ഇത്രയേ ഉള്ളൂ ഈ ക്വസ്റ്റ്യൻ.